ഹലോ മക്കളെ, അപ്പൊ കഴിഞ്ഞ പരീക്ഷകളോടൊക്കെ ടാറ്റ ബൈ ബൈ സി യു പറയുക. ഇനി നമുക്ക് കെമിസ്ട്രിയുടെ ദിവസങ്ങളാണ്. വരാൻ സാധ്യതയുള്ളതും ഇതുവരെ ചോദിച്ചതുമായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇത് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് കുണുകുണാ ചോദിക്കുന്ന ചില കുട്ടികളോട് പറയാനുള്ളത് എന്താണ്? ഇതും നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തുക. മാത്രമല്ല, ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത് എന്നാണ് കവി ഉദ്ദേശിച്ചത്. ഏതൊക്കെയാണ് വരാൻ സാധ്യതയുള്ള, നിങ്ങൾ കാണാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാപ്റ്റർ 1 പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ എല്ലാ പ്രാവശ്യവും എത്രയോ കാലങ്ങളായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒന്നുകിൽ ക്രോമിയത്തിൻ്റെത് എഴുതാൻ പറയും, അല്ലെങ്കിൽ കോപ്പറിൻ്റെത് എഴുതാൻ പറയും. ക്രോമിയത്തിൻ്റെത് അല്ലെങ്കിൽ കോപ്പർ കേട്ടോ. ഇതിലേതെങ്കിലും ഒരു ചോദ്യത്തിന് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് മക്കളെ പഠിച്ചു വെക്കുക. ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം കോൺഫിഗറേഷൻ എഴുതാൻ നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇതാണ് ഒന്നാമത്തെ സാധ്യത. രണ്ടാമതായിട്ട് നമുക്ക് അറിയാം, രണ്ടാമത്തെ ചാപ്റ്ററിൽ ഒരുപാട് ലോസുകൾ ഉണ്ട് അല്ലെ. ഒരുപാട് ലോസ് എന്ന് പറഞ്ഞാൽ 3 ലോസ് ആണ് ഉദ്ദേശിക്കുന്നത്. അവഗാഡ്രോസ് ലോ, ബോയിൽസ് ലോ, ചാൾസ് ലോ അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു പട്ടിക തന്നുകൊണ്ട് അല്ലെ, അപ്പൊ പട്ടിക തന്നുകൊണ്ട് നമ്മളോട് ചോദിക്കും എന്നിട്ട് ചോദിക്കും ഫൈൻഡ് പി ആൻഡ് ക്യൂ. ഇവിടെ തന്നിരിക്കുന്ന ചില സാധനങ്ങൾ നമ്മളോട് കണ്ടെത്താൻ പറയും. ഇതാ ഏത് നിയമവുമായിട്ടോ, വിച്ച് ഗ്യാസ് ലോ, ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചാപ്റ്ററിലെ നിയമങ്ങൾ അഥവാ ലോസുകളെ, പ്രധാനപ്പെട്ട കോൺസ്റ്റന്റുകൾ നമ്മൾ പഠിച്ചു വെക്കുക. ഇപ്പൊ ബോയിൽസ് ലോയിലെ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം PV ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്, സ്ഥിരസംഖ്യയാണ്. അതേപോലെ തന്നെ V/T എന്ന് പറയുന്നതും ഒരു കോൺസ്റ്റന്റ് ആണ് അഥവാ സ്ഥിരസംഖ്യയാണ്. V/N എന്ന് പറയുന്നതും ഒരു കോൺസ്റ്റന്റ് ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സാധ്യത 3 ലോയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നമ്മളോട് ചോദിക്കും. അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് വെക്കണം കേട്ടോ. വെറുതെ ഇങ്ങനെ കേട്ടാ പോരാ, ചെയ്ത് വെക്കണം. ഇനി അടുത്തതായിട്ട് നമുക്കറിയാം ചാപ്റ്റർ 3 റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ 1 വേർഡ് ആയിട്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. 1 വേർഡ്, 1 മാർക്കിനൊക്കെ നമ്മളോട് ചോദിക്കും. എന്താണ്? ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl ഇലക്ട്രോളിസിസ് ഓഫ് NaCl സൊല്യൂഷനും ഉണ്ട് അല്ലെ. അഥവാ ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണം, സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം. അതില്ല ആനോഡിൽ എന്തുണ്ടാകുന്നു, കാഥോഡിൽ എന്തുണ്ടാകുന്നു എന്ന് നമ്മളോട് ചോദിക്കാം. അത് 1 വേർഡ് ആയിട്ട് നമ്മൾ സാധ്യത 100% സാധ്യത പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും കേട്ടോ. ഒന്നുകിൽ മോൾട്ടൺ NaCl ആവാം, അല്ലെങ്കിൽ NaCl സൊല്യൂഷൻ ആവാം. ഒന്നുകിൽ ഉരുകിയ സോഡിയം ക്ലോറൈഡ് ആവാം, അല്ലെങ്കിൽ NaCl ലായനി ആവാം കേട്ടോ. റെഡി? 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾക്ക് പറയേണ്ട കാര്യമില്ല. 4ാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും കൊടുഭീകരനായിട്ടുള്ള ഒരു ചോദ്യമാണ് ഏത്? നമ്മുടെ ഗാൽവാനിക് സെൽ ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നുണ്ട് 3 മാർക്കിനും മാക്സിമം പോയാൽ 4 മാർക്കിനും വരെ നമ്മളോട് ചോദിച്ചു കളയുന്ന ഒരു ചോദ്യമാണ് എന്ത് മക്കളെ ഗാൽവാനിക് സെൽ ഉണ്ടാക്കാനും. അപ്പൊ അതിൽ കുറെ ചോദ്യങ്ങളുണ്ട്. അതായത് ഗാൽവാനിക് സെൽ ഉണ്ടാക്കാൻ പറയും, ആനോഡിൽ നടക്കുന്നത്, കാഥോഡിൽ നടക്കുന്നത്, റിഡോക്സ്, ഇതൊക്കെ എഴുതാനുണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഏതെങ്കിലും 2 ചോദിക്കും, ചിലപ്പോൾ ഏതെങ്കിലും 3 ചോദിക്കും, ചിലപ്പോൾ 4 ചോദിച്ചേക്കാം. അപ്പോൾ ഗാൽവാനിക് സെൽ എങ്ങനെയാ ഉണ്ടാക്കുക എന്ന് മനസ്സിരുത്തി പഠിച്ചേക്കണം. വെറുതെ മനസ്സിരുത്തിയാൽ പോരാ, വരച്ച് പ്രാക്ടീസ് ചെയ്യണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വരച്ച് ക്ലിയർ ചെയ്ത് പഠിച്ചേക്കണം. ഓക്കെ, അടുത്തതായിട്ട് ആ ഒരു ചാപ്റ്ററിൽ തന്നെ വരുന്ന അല്ലെങ്കിൽ ആ ചാപ്റ്ററിന്റെ അവസാനത്തോടു കൂടി വരുന്ന ഒരു ഏരിയ ആണ് ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം അല്ലെ. ഒന്നെങ്കിൽ നമ്മളോട് ചോദിക്കും, ഇതിൽ ആനോഡായിട്ട് എടുക്കുന്നത് ആര്, കാഥോഡായിട്ട് എടുക്കുന്നത് ആര്? ഏതെങ്കിലും ഒരു സാധനം തന്നിട്ട് നമ്മളോട് ചോദിക്കാം, ആനോഡ് കാഥോഡ് ഏതാണെന്ന് ചോദിക്കും. ചിലപ്പോൾ ഇലക്ട്രോലൈറ്റ് ആയിട്ടും ചോദിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇത് 3 പഠിക്കുക. ആനോഡ് പഠിക്കണം, കാഥോഡ് പഠിക്കണം, ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി വെച്ചേക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞിട്ടില്ല. അടുത്തതായിട്ട് നമുക്ക് സാധ്യത അല്ലെ, ഇരുമ്പ് നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇതാണ്. എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എന്താ? റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഹേമറ്റൈറ്റ്, ഇരുമ്പയിരിന്റെ രാസസൂത്രം. അതേപോലെ തന്നെ റെഡ്യൂസിങ് ഏജന്റ്, നിരോക്സികാരി ഏതാണ്? അതേപോലെ തന്നെ സ്ലാഗ് ഫോർമേഷൻ കേട്ടോ. സ്ലാഗ് ഫോർമേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഗ്യാങ്, ഫ്ലക്സ്, സ്ലാഗ് ഇതുണ്ടാക്കുന്ന റിയാക്ഷൻ നിർബന്ധമായിട്ട് നമുക്ക് സാധ്യത 100% സാധ്യത പറയുന്ന ഒരു ചോദ്യമാണ് ഇത്, സ്ലാഗ് ഫോർമേഷൻ. അതിൽ ഗ്യാങ് ചോദിക്കാം, ഫ്ലക്സ് ചോദിക്കാം, സ്ലാഗ് ചോദിക്കാം.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നാലാമത്തേൽ. എങ്കിലും ഒന്നുകൂടി നമ്മൾ ഒരു സാധ്യത വെക്കുകയാണ്. നമുക്കറിയാം അലൂമിനിയം നിർമ്മാണത്തിന്റെ ഒരു ചിത്രം തന്നുകൊണ്ട് നമ്മളോട് ആനോഡ്, കാഥോഡ്, അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്, ഇത് മൂന്നെണ്ണവും മാർക്ക് ചെയ്യാൻ ചോദിച്ചേക്കാം കേട്ടോ. ഇതിനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചിത്രമായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ഈ ഒരു സാധനം കേട്ടോ. അതുകൊണ്ട് കൃത്യമായിട്ട് ആനോഡ് ഏത്, കാഥോഡ് ഏത്, ഇലക്ട്രോലൈറ്റ് ഏതെന്ന് മക്കൾ കൃത്യമായിട്ട് പഠിച്ചോളണം. ഓക്കെ, അടുത്തത് നമുക്കറിയാം 7 ചാപ്റ്റേഴ്സുകളിൽ ഒരൊറ്റ ഗ്രാഫ് ഉള്ളൂ. നമുക്ക് 7 ചാപ്റ്റർ നമ്മൾ ചികഞ്ഞ് എടുത്തു കഴിഞ്ഞാലും അതിലൊരൊറ്റ ഗ്രാഫേ നമുക്ക് കാണാൻ പറ്റും. അത് ഈ ഗ്രാഫാണ് അല്ലെ. ഇതില്ല നമ്മളോട് ചോദിക്കും എ എന്താ, ബി എന്താ, അതേപോലെ തന്നെ സി എന്ന് ചോദിക്കും. ഇങ്ങനെ 3 പോയിന്റ്സുകൾ കാണും. നമുക്ക് എല്ലാവർക്കും അറിയാം എ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ, പുരോപ്രവർത്തനം. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ അഥവാ പശ്ചാത്പ്രവർത്തനം. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അഥവാ സന്തുലനാവസ്ഥ. എല്ലാവർക്കും അറിയാം. ഈ ഗ്രാഫ് അതേപോലെ പച്ചയ്ക്ക് അങ്ങോട്ട് പഠിച്ചാക്കണം കേട്ടോ, ഒരു മാറ്റം വരുത്തരുത്. ഓക്കെ, യെസ് മക്കളെ, അപ്പൊ 5ാമത്തെ ചാപ്റ്ററിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ലേ ഷാറ്റ്ലിയർ തത്വം ഉപയോഗിച്ചിട്ട് നമ്മളോട് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ, പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ, കോൺസെൻട്രേഷൻ അഥവാ ഗാഢത കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം നമ്മളോട് ചോദിക്കും. അതിൽ ഫോർവേഡ് റിയാക്ഷൻ എന്ത് സംഭവിക്കും, ബാക്ക്വേർഡ് റിയാക്ഷൻ അഥവാ പുരോപ്രവർത്തനത്തിന് എന്ത് സംഭവിക്കും, പശ്ചാത്പ്രവർത്തനത്തിന് എന്ത് സംഭവിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 100% നമ്മൾ സാധ്യത പറയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. നമ്മളോട് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നത് തന്നെയാണ്, 3 മാർക്കിനും അതേപോലെ തന്നെ ഇൻ കേസ് ചിലപ്പോൾ 4 മാർക്കിനൊക്കെ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്ലോ ചാർട്ട് വെച്ചിട്ട് നമ്മളോട് ഇത് എന്ത് ചെയ്യാൻ പറയും, ഫില്ല് ചെയ്യാൻ പറയും കേട്ടോ. എല്ലാവർക്കും അറിയാം ആ ഒരു സൾഫ്യൂരിക് ആസിഡ് 5ാമത്തെ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തേക്ക് നിൽക്കുന്ന ആ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ ഭംഗിയായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അതിന്റെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അതായത് സൾഫർ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് SO2 ഉണ്ടാവുന്നു, SO2 ഓക്സിജനായി ചേർന്നിട്ട് SO3 ഉണ്ടാവുന്നു, ഒലിയം ഉണ്ടാവുന്നു, സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവുന്നു. ആ ഒരു കറക്റ്റ് പ്രോസസ്സ് മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് വാങ്ങാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഫ്ലോ ചാർട്ട് രൂപത്തിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, അതിനുശേഷം നമുക്കറിയാം 6ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഏത് രീതിയിൽ അത് ചോദിക്കുമെന്ന് സാധ്യത പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഒരു സാധ്യത പറയാൻ പറ്റും. എന്താണ് സാധ്യത? ഒന്നുകിൽ ഒരു ബ്രാഞ്ച് നമ്മളോട് ചോദിക്കാം, ഒറ്റ ബ്രാഞ്ചായിട്ട് ചോദിക്കാം. ചിലപ്പോൾ 2ഓ അതിലധികമോ ബ്രാഞ്ചുകളായിട്ടും ചോദിക്കാം. ഇതല്ലാതെ മറ്റൊരു രീതിയിൽ ഇത് വരാറില്ല. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ചിലപ്പോൾ ഒരു ബ്രാഞ്ച് ആയിരിക്കാം, ചിലപ്പോൾ 2-ലധികം ബ്രാഞ്ചുകൾ, മാക്സിമം പോയാൽ ഒരു 4 ബ്രാഞ്ച് വരെ, ഒരേ ബ്രാഞ്ച് വരെ പോയേക്കാം. 4 ബ്രാഞ്ച് വരെ ഒരേപോലെ പോയേക്കാം. ഓക്കെ, അതിന് നമ്മൾ എന്താണ്, ഡൈ എന്ന് പറഞ്ഞാൽ 2 ബ്രാഞ്ച്, ട്രൈ എന്ന് പറഞ്ഞാൽ 3 ബ്രാഞ്ച്, ടെട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബ്രാഞ്ച് എന്നൊക്കെ യഥാക്രമം നമ്മൾ പേര് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചോദ്യം ഉറപ്പായിട്ടും നമ്മളോട് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലും വരാറുണ്ട് കേട്ടോ. ഒരു പ്രസ്താവന തരും, അതായത് 6 കാർബൺ ഉണ്ട്, അതിൽ 2ാമത്തെ മുകളിൽ ഒരു ബ്രാഞ്ച് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നേരെ തിരിച്ചും നമ്മളോട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ ഒരു രൂപത്തിൽ നിന്ന് എങ്ങനെയാണ് പേരിടുന്നത് പഠിക്കുക, പേരിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ എഴുതാനും പഠിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ആംഗിളിൽ നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. നിർബന്ധമായിട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത 6ാമത്തെ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ നമ്മളെ ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പറ്റി നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഇത് ഒരു പ്രാവശ്യം വന്നതാണ്. എന്താണ് COH എന്ന് പറഞ്ഞാൽ, അതേപോലെ തന്നെ OH എന്താണ്, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേരാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര് പറയുമ്പോൾ COH എന്ന് പറയുമ്പോൾ കാർബോക്സിലിക് ആസിഡ് എന്ന് തന്നെ എഴുതണം. ആസിഡ് എന്ന് മാത്രം എഴുതിയാൽ പോരാ, അത് ജനറൽ നെയിമാണ്, പൊതുവായിട്ടുള്ള പേരാണ്. ഇനി OH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോക്സിൽ എന്നാണ് പേര്, അത് ആൽക്കഹോൾ എന്ന് പറയുന്നത് ജനറൽ നെയിമാണ്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏതെങ്കിലും നമുക്ക് 4 പഠിക്കാനുള്ളത്. ആ 4 ഏതെങ്കിലും 1, 2, 3 അല്ലെങ്കിൽ 4 ചോദിച്ചേക്കാം. ഓക്കെ, പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഐസോമെറിസം എന്ന് പറയുന്നിരിക്കുന്ന ഈ ഒരു ഏരിയ അല്ലെ. ഐസോമെറിക് പേഴ്സുകളെ സെലക്ട് ചെയ്യാനുണ്ടാവും, ഐസോമെർ എഴുതാനുണ്ടാവും, കണ്ടുപിടിക്കാനുണ്ടാവും, ഏതാണെന്ന് തിരിച്ചറിയാനുണ്ടാവും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് അധികവും ഐസോമെറിസം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് വരാറുള്ളത് കേട്ടോ. അല്ലാണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനൊന്നും ഇതിനകത്ത് വരാറില്ല. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ് 7ാമത്തെ ചാപ്റ്ററിലെ 5 റിയാക്ഷൻസുകൾ ഉണ്ട് അല്ലെ. 5 റിയാക്ഷൻസ് ഏതൊക്കെയായിരുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ, അഡീഷൻ, പോളിമറൈസേഷൻ, തെർമൽ ക്രാക്കിംഗ്, കമ്പഷൻ അല്ലെ.
ആദേശ രാസപ്രവർത്തനം, അഡീഷൻ രാസപ്രവർത്തനം, ജ്വലനം, പോളിമറൈസേഷൻ, താപീയ വിഘടനം, ഇങ്ങനെ 5 ഉണ്ട്. ഈ 5 ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്, തിരിച്ചറിയാൻ ചോദിക്കാറുണ്ട്. അതായത് മാച്ച് ദ ഫോളോയിങ് അല്ലെ, ചേരുംപടി ചേർക്കുക. ഇവിടെ കുറച്ച് റിയാക്ഷൻ തരും, ഇവിടെ അതിന്റെ പേര് വരും, എന്നിട്ട് നമ്മളോട് മാച്ച് ചെയ്യാൻ പറയും. രണ്ടാമതായിട്ട് നമ്മളോട് എഴുതാൻ പറയും, അതായത് എങ്ങനെയാണ് ഇക്വേഷൻ എഴുതേണ്ടത് എന്നും ചോദിക്കാറുണ്ട്. ഇങ്ങനെ 2 മോഡലാണ് ഈ ഭാഗത്തുനിന്ന് വരാറുള്ളത്. കൃത്യമായിട്ട് പഠിച്ചോളണം. ആ റിയാക്ഷൻ 2 രീതിയിലാണ് ചോദിക്കാറുള്ളത്. ഒന്ന് നമുക്ക് ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് തരും, ഇവിടെ കുറച്ച് റിയാക്ഷൻ, ഇവിടെ അതിന്റെ പേര്. രണ്ടാമതായിട്ട് അത് എഴുതി കൊടുക്കാനുണ്ടാവും, അതായത് ഒരു റിയാക്ഷൻ, ഒരു ഇക്വേഷൻ തരും, അതിന്റെ ബാക്കി നമ്മളോട് എഴുതി കൊടുക്കാൻ പറയും. ഇത്രയാണ് ഈ ഒരു സാധ്യത. ഉറപ്പായിട്ടും വരുന്ന ഒരു ചോദ്യമാണ്. ഉറപ്പായിട്ടും നമുക്ക് സാധ്യത പറയുന്ന പട്ടികയിൽ 1ാം സ്ഥാനം വരുന്ന ആളാണ് ആര്, ഈ ഒരു ചോദ്യം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കേണ്ടത്. ഏറ്റവും വരാൻ സാധ്യതയുള്ള, ഇനി ഒരുപാട് കാലങ്ങൾ ചോദിച്ച ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിരത്തിയത്. ഇനി മക്കൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അടിച്ച് പൊളിച്ച് പഠിക്കാം. നിങ്ങൾ പേടിക്കേണ്ട, ഈ ചോദ്യങ്ങൾ കണ്ട് കിളിയൊന്നും പോണ്ട. നമ്മുടെ ലൈവ് ക്ലാസ്സിൽ എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ്സിലേക്ക് ഇങ്ങോട്ട് പോരുക, അടിച്ച് പൊളിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ പഠിക്കാനുള്ള ഷോർട്ട് ട്രിക്കുകളും, എങ്ങനെയാണ് ഒരു ചോദ്യം കണ്ടാൽ തിരിച്ചറിയുന്നത്, കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെയാണ് അത് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് പഠിച്ചു വരും കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും, അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാക്കാനും എഴുതാനും കഴിയുന്ന തരത്തിലേക്ക് എൻ്റെ മക്കളെ ഞാൻ എന്ത് ചെയ്യും, മാറ്റിയെടുക്കുക. അതിലൊരു സംശയം വേണ്ട. നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ ലൈവ് ഒന്നുപോലും നിങ്ങൾ മിസ് ചെയ്യരുത്. സോ എല്ലാവരെയും ലൈവിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം മറക്കരുത്, ഈ ഒരു ദിവസങ്ങൾ നമുക്കുള്ളതാണെന്ന് ഓർമ്മപ്പെടുത്തലോടെ നമ്മൾ ഈ ഒരു സാധ്യതാ ക്വസ്റ്റ്യൻസുകൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ചിൽഡ്രൻസ്, ഗുഡ് ബൈ.